അങ്ങനെ നമ്മുടെ ഈ ബാക്കിൽ കുറച്ച് ഭാഗം കയറിയിട്ടുണ്ട് കേട്ടോ വെള്ളം. സത്യം പറഞ്ഞാൽ കണ്ടിട്ട് പേടിയാവുന്നു കേട്ടോ. ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട്. പിന്നെ ഈ നട്ടിരിക്കുന്ന വാഴയുടെയൊക്കെ ഒരു പകുതി ഭാഗത്തോളം വെള്ളമായിട്ടുണ്ട്. അതെല്ലാം ഇത് നശിച്ചു പോകത്തല്ലേ ഉള്ളൂ. നമ്മൾ ഈ മുകളിലായതുകൊണ്ട് എത്രത്തോളം സേഫാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ അറിയില്ല, മേളിലൊരു നിലയും കൂടെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും പ്രശ്നം വരെ നമ്മൾ മേളിലോട്ട് പോകും. പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇനിയിപ്പോൾ ആ ഒരു സൈഡിൽ കൂടെ വന്ന് കുറച്ചിവിടെ സൈഡ് കെട്ടിയിട്ടുണ്ട്. പക്ഷേ ഏതുവഴിയൊക്കെയോ വെള്ളം ലീക്കുണ്ട് കേട്ടോ. ആ സൈഡിൽ കൂടെ ഒക്കെ വരുവാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ ബാക്ക് സൈഡ് വരെ വന്നിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഒന്നും വെള്ളം ഇങ്ങോട്ടായിട്ടില്ല കേട്ടോ. അവിടെ കുറച്ച് പൊക്കി കെട്ടിയത്. പക്ഷേ അങ്ങോട്ടും പൊക്കി കെട്ടിയതാണ്. എനിക്ക് തോന്നുന്നു അവിടെ എന്തോ ആ ഒരു ഭാഗത്തോട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. അവിടെയൊക്കെയാണ് വെള്ളം, ആ ഒരു ഭാഗത്തോട്ട്. എല്ലാം താഴ്ന്ന പ്രദേശങ്ങളല്ലേ. അപ്പം എവിടെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കണ്ടിട്ട് സഹിക്കുന്നില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനൊരു എന്തു പറയുന്നത്, ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നത്. മഴ ഇപ്പം ഇല്ല, മഴ ഇപ്പം മാറിയിട്ടുണ്ട്. അവിടെ ഒരു വീടുണ്ട് കേട്ടോ. അവിടെ ഒരു വീടുണ്ട്. ആ വീടിൻ്റെ ബാക്ക് സൈഡൊക്കെ വന്നിട്ടുണ്ട് വെള്ളം. കാണിച്ചു തരാം. കണ്ടോ, അവിടെ ഒരു വീടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡും നമ്മുടെ ഈ ഒരു സൈഡും ഒക്കെ ആയിട്ടുണ്ട്. ആ വീടിൻ്റെ അതൊക്കെ എന്തായാലും കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാവുന്നു കേട്ടോ. ഇപ്പോൾ വീഡിയോ എടുക്കുന്നെങ്കിലും അതിലൂടെ കറണ്ട് ഇല്ല കേട്ടോ. കറണ്ട് കൂടി ഇല്ല, ഫോണിൽ ചാർജ് ഇല്ല. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചതാണ്. അപ്പുറം സൈഡിൽ അവിടെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ പേടിയാണ്. ഒരുപാട് പേര് ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. സൈഡിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ മൊത്തം വെള്ളമാണ്. ഇനിയിപ്പോൾ അവിടെ നമ്മൾ വേസ്റ്റൊക്കെ കത്തിക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ. അവിടെയൊക്കെ കയറുമായിരിക്കും. ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആ സൈഡിൽ നിന്ന് വരുന്ന വെള്ളമാണ്. പക്ഷെ അവിടെ ലീക്കില്ലായിരുന്നു, നമുക്ക് ഇങ്ങോട്ട് അധികം കയറത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ വരെ വന്നെത്തി. ഇനിയിപ്പോൾ എന്തായാലും ഫ്രണ്ടിലും കൂടെ വന്നോളും കേട്ടോ. ഇതുവരെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരില്ലാന്ന്. പക്ഷേ അങ്ങോട്ടും ആയിട്ടുണ്ട്. ഈ വെള്ളം നിറഞ്ഞിട്ട് കുപ്പിയും വേസ്റ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നേക്കുക. ഇനി ഇവിടെ താഴെ പണി നടന്നതിൻ്റെ സാധനങ്ങൾ ഫുള്ള് അവിടെ കിടക്കുവാണ് കേട്ടോ. അതെല്ലാം ഇനി പൊങ്ങുമുണ്ടോ. എന്തായാലും ഇത്രയും ആയിട്ടുണ്ട്. എന്നാൽ വലിയ മഴയും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? നിങ്ങളെല്ലാവരും സേഫാണോ? ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ എനിക്ക് ഇതിൻ്റെ ഒരു വില അറിയുന്നത്. സാധാരണ ടി വിയിലൊക്കെ കാണാറേ ഉള്ളൂ ഇങ്ങനെ വെള്ളം പൊങ്ങുന്നതും ഒക്കെ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ എണീറ്റ് ഒരു 5-5:15 ആയപ്പോൾ രാവിലെ 5:15 ഞാൻ ഇന്ന് എണീറ്റിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഫുഡ് കൊടുത്തു വിടണമായിരുന്നു. അങ്ങനെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ ജനാലത്തോടെ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ഞാൻ അവിടെയും നോക്കി ഇവിടെയൊക്കെ വന്ന് നിന്നിട്ട് അവിടെയും നോക്കിയിട്ട് എത്ര രാവിലെ ആണെങ്കിലും ഭയങ്കര വെളുപ്പാൻ രാവിലെയൊക്കെ ആണെങ്കിൽ അങ്ങനെ നോക്കാറില്ല, ജനലേ തുറക്കാറുള്ളൂ, കതവ് തുറക്കാറില്ല. അല്ല നോർമൽ ടൈമിൽ എണീക്കുകയാണെങ്കിൽ എപ്പോഴും ഞാൻ ഇതൊക്കെ തുറന്ന് പുറത്തൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പുറത്തോട്ട് ജനലിൽ കൂടെ ഞാൻ നോക്കിയപ്പോഴാണ് കേട്ടോ അവിടെ എന്തോ ഇത്രയും നാളവിടെ പച്ചപ്പ്. ഞാൻ ഫോട്ടോ മുമ്പ് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ ഒരു കളർ ഡിഫറൻസ് അല്ല, ഇപ്പോൾ എന്തോ ഒരു വൈറ്റ് കളർ മാതിരി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ മനസ്സിന് എന്തോ ഭയങ്കര ഒരു പേടിയായിരുന്നു കേട്ടോ, ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ജനൽ തുറന്ന് നോക്കിയപ്പോഴാണ് 6 മണിയൊക്കെ ആയി. 6 മണിയായപ്പം ജനൽ തുറന്ന്, എനിക്കതുവരെ ജനൽ തുറക്കാൻ പേടിയായിരുന്നു കേട്ടോ. വലിയ മഴയും കാര്യങ്ങളും ഇല്ലായിരുന്നു. പക്ഷേ വലിയ മഴ അല്ലെങ്കിൽ പോലും തോരാതുള്ള ചാറി നിൽക്കുന്ന സൈസ് മഴയായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇത് ഇങ്ങനെ കണ്ടത്. അതുവരെ ഈ വെള്ളം ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ തോടുണ്ടെന്ന് പറഞ്ഞെങ്കിലും വയലാണ് ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല പച്ചിച്ചൊരുമാതിരി പായലുണ്ടല്ലോ, അപ്പോൾ ആ പായൽ മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു. അപ്പം ഞാനിങ്ങനെ ജനൽ തുറന്നു. 6 മണിയൊക്കെ കഴിഞ്ഞ് 6 മണി ശേഷം നല്ല വെളുത്തല്ലോ, നേരം വെളുത്തപ്പം. അപ്പോൾ നോക്കിയപ്പോഴാണ് വെള്ളം ഇങ്ങനെ കണ്ടത്. അപ്പോഴേ എൻ്റെ കംപ്ലീറ്റ് മൈൻഡ് ഔട്ടായി. പിന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ വയ്യ, പിന്നെ എനിക്ക് ഒന്നിനും വയ്യാതുള്ളൊരവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിലെ ഫസ്റ്റ് ടൈം ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഒരുപാട് ഇപ്പോൾ ഇത്രയായിട്ട് എനിക്ക് ഞാൻ എന്തോ സത്യം ഞാനിങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. എൻ്റെ ബോഡിയിൽ എൻ്റെ ജീവനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പട്ടികളൊക്കെ വന്നിരിക്കുന്നു. അപ്പുറത്തെ വീട്ടിൽ ഞാൻ വെള്ളം കയറി പറഞ്ഞില്ലേ, ആ വീട്ടിലെ പട്ടിയാണ്. 2 പട്ടിയുണ്ട്. അല്ല 2 പട്ടി അവർ അഴിച്ചു വിട്ടിരിക്കുന്നു. താറാവൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. അതിനെയൊക്കെ അവർ സേഫാക്കി മാറ്റുമായിരുന്നു.
എന്ന് വെച്ചാൽ അവർ വീട് മാറിയിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് എന്താണെന്നൊന്നും അറിയത്തില്ല. ഇനി ഇവിടെ അങ്ങനെ വീട് മാറി താമസിക്കേണ്ടിയൊക്കെ വരുമോ ഇല്ലയോ എന്നൊന്നും പിടിയില്ല. നമുക്ക് മുകളിലൊരു നിലയും കൂടെ ഉണ്ടായതുകൊണ്ട് ഒരു പകുതി ആശ്വാസം എന്നല്ല, ഈ വെള്ളം കാണുമ്പോൾ എത്ര പൊങ്ങിയാലും ഇപ്പോൾ വലിയ ഹൈറ്റിൽ പൊങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഈ വെള്ളം ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും വിഷമമാണ് കേട്ടോ. പിന്നെ എവിടേക്കോ ആറന്മുള ഭാഗത്തൊക്കെ റോഡ് എന്തൊക്കെയോ വെള്ളം നിറഞ്ഞു പോകുവാണോ അങ്ങനെ എന്തോ, അങ്ങോട്ടൊന്നും റൂട്ടൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് വണ്ടികൾ നമ്മുടെ ഈ ഫ്രണ്ടിൽ കൂടെ ആട്ടോ പോകുന്നത്. അപ്പോൾ ഈ ആകെ അപ്പുറത്തൊക്കെ ഉള്ളൊരു ഫോൺ വിളിക്കുന്നു, വെള്ളം, പിന്നെ പട്ടികളുടെയൊക്കെ ബഹളം, വണ്ടികളുടെ ബഹളം. അപ്പോഴത്തേക്ക് ഞാൻ ഇപ്പോഴും അത് തന്നെ കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ ഒരു ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു സമാധാനം എന്നല്ലാതെ ഒരു രീതിയിൽ ഞാൻ അതുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒട്ടും ചാർജില്ല, ഫോണിൽ ചാർജില്ല. കുറേ വെള്ളമായിട്ടുണ്ട് കേട്ടോ. എല്ലായിടവും ആയി കേട്ടോ. ഇനി ഫ്രണ്ടിലും കൂടെ ഉള്ള ആവാൻ അപ്പുറത്താ വീട് കണ്ടോ, ചുറ്റും വെള്ളമായിട്ടുണ്ട്. ഇവിടെ വെള്ളമായി കേട്ടോ. ഇത്രയും നേരം മഴ ഇല്ലാതിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ കൊണ്ട് മഴ പെയ്യുന്നുണ്ട്. വീട് നിൽക്കുന്നത് നല്ല ഉയർച്ചയിലാണെങ്കിലും ഇതേപോലൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ഉറങ്ങി എണീക്കുമ്പം അവിടെ വെള്ളമായ എന്ത് ചെയ്യും അങ്ങനെയൊക്കെയുള്ളൊരു പേടി കേട്ടോ. പ്രളയത്തിൻ്റെ ആ ഒരു ഓർമ്മയാണ് ഫുള്ള്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. എന്ന് വെച്ചാൽ ഘട്ടം ഘട്ടമായിട്ട് കുറച്ച് വെള്ളം കയറി വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെയോ സാധനങ്ങൾ പെട്ടെന്ന് എടുത്ത്, അവിടെ ഒരു പാലം ഉണ്ട് കേട്ടോ. ആ പാലം മുങ്ങുന്നതിന് മുമ്പിട്ട് അവിടെ നിന്ന് ഇറങ്ങണമെന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയായി. പെട്ടെന്ന് തന്നെ വെള്ളം അധികം കയറിയിട്ടുണ്ട്. ഇതായിരുന്നു കേട്ടോ അവസ്ഥ. അതുകൊണ്ട് തന്നെ നമ്മളപ്പോൾ തന്നെ ഇറങ്ങി. ഇത് പോകുന്ന വഴിക്കാണ് കേട്ടോ. ഈ ഒരു സൈഡിലൊക്കെയാണ് പ്രശ്നം. ഓപ്പോസിറ്റ് സൈഡിൽ വലിയ പ്രശ്നമല്ല. എന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്താണ് കേട്ടോ. പിന്നെ എല്ലാവരും ഓട്ടോറിക്ഷയിലൊക്കെ കയറി സാധനങ്ങളൊക്കെ കെട്ടിക്കൊണ്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. പിന്നെ നമ്മൾ വന്ന വഴിക്കുന്നത് ഇതേപോലെ തുള്ളിയായിട്ടുള്ള മഴയും കാര്യങ്ങളും ഉള്ളായിരുന്നു. ഈ ഒരു മഴ ടൈം ആയപ്പോൾ വന്നപ്പോഴും പേടിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ വന്നിട്ട് സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങി. ഇത് രാവിലെ ചായയൊക്കെ കുടിച്ചാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതൊരു ട്രോമയായിപ്പോയി. മനസ്സിൽ ഇപ്പോഴും ഓർക്കുമ്പോൾ എന്തോ പോലെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.